ഉണ്ടായിരുന്നു ഡ്രൈവർ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഡ്രൈവർ വേക്കൻസി ഇപ്പോഴും ഉണ്ട്, ഞാൻ അതല്ല പറയാൻ വന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കുന്നതാണ് ബാംഗ്ലൂരിൽ എത്ര കിട്ടുക, എന്താ കിട്ടുക, എത്ര വരുമാനം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഡൗട്ട് ഒരുപാട് ആൾക്കാർക്ക്. അപ്പോൾ അതിന് എനിക്ക് കിട്ടുന്നത് ഞാൻ പറയാം. എനിക്ക് ഇന്നലെ കിട്ടിയ എമൗണ്ടും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഏകദേശം ഊഹിക്കുക എത്ര കിട്ടും എന്നുള്ളത്. അതിന് വേണ്ടി ഊബറിൻ്റെ ആപ്പ് എടുക്കുക. ഊബറിൻ്റെ ആപ്പ് എടുത്ത് ഇന്നലത്തെ വരുമാനത്തിൻ്റെ അവിടേക്ക് പോട്ടെ. ഇന്നലത്തെ വരുമാനം ടോട്ടൽ കിട്ടിയതാണ് ഇപ്പോൾ ഇത്. 11 ട്രിപ്പ് എടുത്ത് 11.5 മണിക്കൂർ ജോലി ചെയ്തു. 11.5 മണിക്കൂർ ജോലി ചെയ്ത് കിട്ടിയതാണ് ഇപ്പോൾ അത്. 11.5 മണിക്കൂർ ജോലി ചെയ്തുമ്പോൾ കിട്ടിയ എമൗണ്ടാണ് ഈ 2500 രൂപ. ഈ 2500 രൂപയിൽ ആണ് ഊബറിൽ ഒരു 11.5 മണിക്കൂർ ഞാൻ ജോലി ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ എമൗണ്ട് 2500 രൂപ. ഈ 2500 രൂപയിൽ എനിക്ക് ചിലവുണ്ട്. ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് CNG പൈസ, ഒരു 700 രൂപയ്ക്ക് ഞാൻ CNG അടിച്ചിട്ടുണ്ട്. പിന്നെ റെൻറ്റിന് ഓടുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 500 രൂപ റെൻറ്റും, ഒരു 500 രൂപ റെൻറ്റും കൊടുത്ത് 700 രൂപ CNG അടിച്ച് ബാലൻസ് കിട്ടുന്നത് 1200 പോയി. 1200 പോയി കഴിഞ്ഞാൽ ബാക്കി വന്നിട്ട് 1300 രൂപ ബാലൻസ് ഉണ്ട്. 1300 രൂപയാണ് ഒരു ദിവസം ബാലൻസ് ഉള്ളത്. പിന്നെ മേ ബി തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് നല്ല ഫുഡ്, ഹെവി ഫുഡ് കഴിക്കാൻ, സാധാരണ ഫുഡൊക്കെ കഴിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 200 രൂപ ഫുഡിന് ഡെയിലി ചിലവ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിലും 1100 രൂപ ബാലൻസ് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഊബറിൽ ഇപ്പോൾ നോർമലി ഒരു 12 മണിക്കൂർ ഡ്യൂട്ടി എടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത്. ഇതിനെക്കാട്ടി കൂടുതൽ കിട്ടുന്നവരുണ്ട്. ഒരു മേ ബി ഒരു ഓടുന്ന ഒരാൾക്ക് കിട്ടുന്നത് ഈ 2500 രൂപ ഇതിൽ എത്രയും ചിലവ് കഴിഞ്ഞാലും ഒരു 1200 രൂപ 1100 രൂപ മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ കിട്ടുന്നത്. ഇനി ഇത്രയൊക്കെയാണ്. പിന്നെ നമ്മൾ ഓടണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് ബാംഗ്ലൂർക്ക് വന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ബാംഗ്ലൂർക്ക് വരുന്നവർക്ക് ഇവിടെ ഡ്രൈവർ ജോലി ഉണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഞാനിനി അടുത്ത ദിവസം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.